പൊന്ന മകനെ ഇവരെ കൂടെ എങ്ങനെ പിടിച്ചു തന്നു? കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഇല്ല, വെറുതെ പറഞ്ഞ സുഖമായിരുന്നു. എനിക്ക് കൂടുതലും സഹിച്ചുണ്ടോ പോരുത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കടിച്ചു കടിച്ച് തിന്നു. എനിക്ക് സണ്ണിച്ചേട്ടപ്പം ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. അതും ഫണ്ണായിരുന്നു. ദൈവം കാണാൻ ഇഷ്ടപ്പെട്ടില്ല. ദൈവമുണ്ട്, പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. നമ്മുടെ ഇടയിലൊക്കെ ദൈവം ഉണ്ട്, പക്ഷെ പുള്ളി അദർശനാണ്. ഈ സിനിമയിൽ ആകെ ദൈവത്തെ നേരിട്ട് കാണുന്നത് ജിജ മാത്രമാണ്, അതായത് സവിച്ചേട്ടൻ്റെ ക്യാരക്ടർ മാത്രമാണ്. എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ കാണുന്നില്ല. ക്യാമറ കട്ട് പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുക. പിന്നെയാണ് ദൈവത്തെ ആക്ച്വലി ഞാൻ കാണുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെടും. ക്യാമറ കട്ട് പിടിച്ചു അപ്പൊ കാണും, അപ്പൊ മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് ദൈവം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചോ? കട്ട് പിടിച്ച ദൈവമല്ല, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാറി. പക്ഷെ ഇവിടെ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു ഓറ ഉണ്ട്, അതാണ് എന്തോ ക്യാരക്ടറിലേക്ക് വരാൻ. ഇനി അതെങ്ങനെ കളയും? മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? തുടക്കം മുതൽ കുറച്ച് സിനിമ തുടക്കം മുതൽ നിങ്ങൾ ഒരുമിച്ച് വന്ന് തണ്ണീർമത്തം തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ട് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരാളെ വേണം എന്ന് ഡയറക്ടറൊക്കെ വിചാരിക്കാനുള്ള ഒരു കാരണം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ഓൾറെഡി ഞാൻ തന്നെ വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇവർ തണ്ണീർമത്തൻ കണ്ട സമയത്ത് എൻ്റെ ക്യാരക്ടർ ഭയങ്കര വർക്കായിരുന്നു എന്ന് പറഞ്ഞു. റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ തന്നെ മതി എന്നുള്ളതായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനൊരു 1 month മുമ്പ് കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചായിരുന്നത്. അപ്പം എനിക്ക് മിക്കവാറും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇവർ ഭയങ്കര കോൺഫിഡൻസ് തന്ന് നീ വാ, എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല, നീ വാ എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ ഭയങ്കര പുഷിങ് ആയിരുന്നു. സോ അവർക്ക് ഞാൻ തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. സത്യമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അല്ല, ഇതിൻ്റെ അകത്ത് ഹൈദരായിട്ട് ഫെബിക്ക് നമ്മുടെ സംവിധായകന് അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഓരോ ക്യാരക്ടറിന്. പിന്നെ എന്താണ് മിക്കവാറും ക്യാരക്ടേഴ്സിനൊക്കെ ഓരോ ഓപ്ഷനേ ഉള്ളായിരുന്നു. അവരെയൊക്കെ ഭാഗ്യത്തിന് നമുക്ക് റോപ്പിൻ ചെയ്യാൻ പറ്റി. അതെ, അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. സണ്ണി സിനിമകളിലേക്ക് ഈ സിനിമയിലേക്ക് എത്തിയ നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സിനിമയോടുള്ള ഇഷ്ടമാണ്, ഒരു പ്രിയമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുക, നമുക്ക് മനസ്സ് കയറുന്ന സംസാരിക്കാൻ പറ്റുക. അത്തരമൊരു പ്രിയമേറിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾക്ക്. ഇതിലെ പാട്ടുകളാണെങ്കിലും പാട്ട് നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കുകയല്ല, പാട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവന്ന പാട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ സണ്ണിയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയ പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദൈവം എന്ന നിലയിൽ, ആ ക്യാരക്ടർ എന്ന നിലയിൽ ആ പാട്ടുകൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇട്ടുകൊണ്ട് തന്നെയല്ല അഭിനയിക്കുന്നത്. ആ പാട്ട് എനിക്ക് ആ സോങ്ങുകൾ ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പിന്നെ കുറേ പാട്ടുകൾ ട്രാവൽ സോങ്ങൊക്കെ ആ സമയത്ത് അതിൻ്റെ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്തൊരു കള്ളുഷാപ്പിലൊരു സോങ് ഉണ്ട്, ഒരു ചെറിയൊരു കുട്ടി പാടുന്നൊരു പാട്ടുണ്ട്. അതൊരു ഭയങ്കര ടച്ചിങ് സോങ് ആയിരുന്നു. അത് നമുക്ക് കറക്റ്റ് പിന്നെ അതൊരു ലിപ്സിങ് സോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് നമുക്ക് അവിടെ വേണ്ടിയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പം ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നൊരു നല്ലൊരു പാട്ടായിരുന്നു. ചോദിച്ച ചോദ്യം ആ ഒരു അവസ്ഥ അറിഞ്ഞ് നമ്മൾ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു ഫീലാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇപ്പോൾ പറഞ്ഞതും. ആ ഒരു ഫീല് ഭയങ്കരമാണ്. അത് പ്രേക്ഷകർക്കും കിട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ സിനിമയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കണ്ടപ്പോൾ ഈ സോങ്ങിൻ്റെ കാര്യം എന്നോട് എടുത്തു പറയുകയും ചെയ്തതാണ്. ആ സോങ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഒരു കണ്ണ് നനയുന്ന ഒരു സീനുകളിലേക്ക് സണ്ണിയൊക്കെ എത്തുന്നു, അല്ലെങ്കിൽ സണ്ണിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്ന്, സണ്ണിക്ക് സ്വയം കണ്ണ് നനയുന്നു ഒക്കെ പറഞ്ഞു കേട്ടു ഞാൻ സിനിമ അഭിനയിക്കുമ്പോഴും അഭിനയിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ. ഞാൻ ഈ സിനിമ പിന്നെ കണ്ട സമയത്താണ്. കാരണം ഇത് ദൈവമാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. പുള്ളിക്ക് പ്രത്യേകിച്ച് സങ്കടവും ദുഃഖങ്ങളൊന്നും ഇല്ല. പുള്ളിയെല്ലാം വളരെ ഹാപ്പി ഗോ ആ രീതിയിലാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ. സംസാരിക്കുമ്പോഴാണെങ്കിലും ആർക്കൊരു പ്രഷർ കൊടുത്തിട്ടല്ല. പുള്ളി ഇതിനകത്ത് നമ്മൾ ജീവിതത്തിൽ കേട്ടുപരിചയമുള്ള ദൈവത്തിനെയാണ് നമ്മളിതിൽ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് പിന്നെ ഡബ് ചെയ്യുന്ന സമയത്തോ ആ സമയത്ത് കണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് 2-3 തുള്ളി ഇങ്ങനെ 2-3 ഡ്രോപ്പ് ഇങ്ങനെ താവട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് ഈ പറഞ്ഞ സംഭവം ശരിക്കും ഫീൽ ചെയ്തു. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു
എലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ കൃത്യമായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മ്യൂസിക് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാം, പിന്നെ അതിൻ്റെ സ്റ്റോറി എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞ് അത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഒരു റഫായിട്ടുള്ളൊരു അതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇമോഷണൽ ആവുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.